ഇന്ന് രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. അനിയൻ ഇന്ന് ചോറ് കൊണ്ടുപോകണ്ടെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലത്തെ കടി തന്നെ ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്ന ദിവസങ്ങളിൽ ഞങ്ങളെ പണികളെല്ലാം ലേറ്റ് ആയിട്ടായിരിക്കും കഴിയുക. ഇന്ന് രാവിലത്തേക്ക് കിഴങ്ങേറിയും ദോശയുമാണ്. അതുകൊണ്ട് അനിയന് കൊണ്ടുപോകാനും അതന്നെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് കുറച്ച് ലേറ്റായി എണീറ്റിട്ടുണ്ടായിരുന്നത്. അമ്മ ഇതാ ഇവിടെ കിഴങ്ങേറിയിലേക്കുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഞാൻ അപ്പുറത്ത് ചില്ലറ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. 8 മണിയാകുമ്പോഴേക്കും രാവിലത്തേനുള്ളതോ ഉച്ചക്കത്തേനുള്ളതോ എല്ലാം റെഡിയാവുന്ന സമയം കൊണ്ട് ഇന്ന് ഇവിടെ 8 മണിയാകുമ്പോഴത്തേനും ചായയും കടി മാത്രമേ ആയിട്ടുള്ളേ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് കുറച്ച് റിസ്ക് കൂടുതൽ. നമ്മൾ അടുക്കളയുടെ അപ്പുറത്ത് കാണുന്ന ആ മരങ്ങളില്ലേ, അത് പറങ്കിമൂച്ചി മരങ്ങളാണ് കേട്ടോ. അതിൽ നിറയെ പറങ്കിമാങ്ങ പഴുത്ത് നിൽക്കുന്നുണ്ട്. ചില സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ പഴുത്ത മണം വരാറുണ്ട്. ആ മണം ഇങ്ങനെ മൂക്കിലേക്ക് അടിക്കുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരാറുണ്ട് കേട്ടോ. ഞാൻ കുഞ്ഞിലായിരിക്കുമ്പോൾ ഞങ്ങളെ വീടിൻ്റെ മേലെ പറമ്പിലൊക്കെ നിറയെ പറങ്കിമൂച്ചിക്കാട് ഉണ്ടായിരുന്നേ. അവിടേക്കൊക്കെ ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടെ പോയിട്ട് പറങ്കിമാങ്ങയൊക്കെ പറിച്ച് കഴിക്കാറുണ്ടായിരുന്നു. ഈ സ്മെല്ല് കേൾക്കുമ്പോൾ എനിക്ക് ആ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അന്ന് നമ്മൾ കുട്ടികളെല്ലാവരും ഉപ്പും മുളകും ഒക്കെ ഒരു ചെറിയ കവറിലാക്കിയിട്ട് കൊണ്ടുപോകുമായിരുന്നു കേട്ടോ. എന്നിട്ട് പറങ്കിമൂച്ചിയുടെ മരത്തിലിരുന്ന് അത് പറിച്ച് അവിടെ നിന്ന് തന്നെ കഴിക്കുമായിരുന്നേ. അതിൻ്റെ ഒരു രസം വേറെ തന്നെയായിരുന്നു. ഇന്ന് അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നുമില്ല. എങ്കിലും ഞാൻ ആ പഴയ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് പോയിട്ട് കുറച്ച് പറങ്കിമാങ്ങ പറിച്ച് ഉപ്പും മുളകും ഇട്ട് കഴിച്ചിട്ട് അത് പഴുക്കുന്ന സമയമായാൽ വവ്വാലുകൾ വന്നിട്ട് അതെല്ലാം കൊത്തിക്കൊണ്ട് പോവാറുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ നമുക്ക് നമ്മളെ ഈ വഴിയോരത്തുനിന്ന് കുറേ അണ്ടികൾ കിട്ടുമായിരുന്നു. പണ്ടൊക്കെ റബ്ബറിൻ്റെ ഇല കൂട്ടിയിട്ടിട്ട് ഈ അണ്ടി അതിലിട്ട് ചുട്ട് കഴിച്ച ഓർമ്മയുണ്ടായിരുന്നു. അണ്ടി മാത്രമല്ല പുളിങ്കുരു ഞങ്ങളിങ്ങനെ ചിരട്ടയിലൊക്കെ ആക്കി ചുടാറുണ്ടായിരുന്നു. ഇപ്പോഴുള്ള കുട്ടികൾക്ക് അത് വല്ലതും അറിയോ? പുളിങ്കുരു കഴിക്കാൻ പറ്റും, ഈ പറങ്കിമാങ്ങ കഴിക്കാൻ പറ്റും എന്നൊന്നും അവർക്കറിയില്ല. ഇതൊക്കെ കഴിച്ചിരുന്ന ഒരു കുട്ടിക്കാലം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വേണം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. എന്നാൽ ഓലൂസിന് ഞാൻ ഇതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട് കേട്ടോ. പഴയ കാലത്ത് എനിക്ക് ഓർമ്മയുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ അവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മൾ അണ്ടി ചുടാറുണ്ട് കേട്ടോ. നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുള്ള കുറേ അണ്ടി ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ അപ്പുറത്തെ പറമ്പിൽ പോയി എടുക്കുന്നതല്ല കേട്ടോ. നമ്മളിവിടെ വവ്വാലുകൾ കൊണ്ടുപോകുന്ന അണ്ടികൾ നമുക്ക് വഴിയോരത്തുനിന്ന് കിട്ടാറുണ്ട്. ആ അണ്ടികളാണ് നമ്മൾ ചുടാറുള്ളത്. അതിലിവിടെ കുറച്ചും കൂടെ ബാക്കി ഇരിക്കുന്നുണ്ട്. അത് ഇനി അമ്മ അടുപ്പ് കത്തിക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ചുട്ട് കഴിക്കണം. അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലേ. ഈ അണ്ടി നമ്മൾ ചുട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ എന്ത് രസമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഴുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന പഴം ദേ ഇവിടെ പഴുത്ത് വന്നിട്ടുണ്ടേ. അങ്ങനെ നമ്മൾ അടുക്കളയിലെ പരിപാടികൾ കഴിഞ്ഞു കേട്ടോ. രാവിലത്തെ ഇനി ഉച്ചത്തേക്കുള്ള പരിപാടികൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇന്നിനി ഉച്ചവരെ പണികളായിരിക്കേ. അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് സമയം പോകുന്ന വഴി അറിയില്ല കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ ചായ കുടിക്കട്ടെ. പഴത്തിന് പഴുപ്പത്തിരി കുറവാണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള മധുരമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണേ. നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.